എല്ലാവർക്കും ഹൊറോഗ് മല്ലു എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് കാലത്തിന് ശേഷം ഇടുന്ന ഒരു വീഡിയോ ആണ്. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അർജൻ്റ് ആണ്, എമർജൻസി ആണ്. അതിൻ്റെ പേരിലാണ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ടെററിസ്റ്റ് അറ്റാക്ക് ഇൻ ഫൽഗാം. ഫൽഗാമിൽ നടന്ന ടെററിസ്റ്റ് അറ്റാക്ക് വിക്ടിംസ് എന്ന് പറയുന്നത് ടൂർ പോയ ആൾക്കാരാണ്. ലൈക്ക് ഇന്ത്യയിലെ പല ഭാഗത്തിൽ നിന്നും ടൂർ പോയ ആൾക്കാർ, ഇൻക്ലൂഡിങ് ഫ്രം കേരള, തമിഴ്നാടു, കർണാടക, അങ്ങനെ 28ഓളം പേര് മരിച്ചു എന്നാണ് റിപ്പോർട്ട്. അതിൽ എല്ലാവരും ആണുങ്ങൾ, ബാക്കിയുള്ള കുറേ പേര് ഇഞ്ചേർഡാണ്. മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ യൂണിഫോം ധരിച്ച് വന്നിട്ടാണ് ടെററിസ്റ്റ് അറ്റാക്ക് നടത്തിയത്. സോ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടൊരു വിഷയവും ചർച്ചയാവുന്നൊരു വിഷയവും മതം ഏതാണ്, അല്ലെങ്കിൽ നിന്റെ മതം ഏതാണ് എന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്തിട്ടാണ് അവിടെ കൊലപാതകം നടന്നതെന്നുള്ളതാണ് വിക്ടിംസിൻ്റെ കൂടെ ഉള്ളവർ പറഞ്ഞിട്ടുള്ളത്. ഹിന്ദു ആണോ, മുസ്ലിം ആണോ, ഏത് മതമാണ്, സംശയമുണ്ട്, ചെക്ക് ചെയ്യണം, നിന്നെ കണ്ടിട്ട് തോന്നുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ടെററിസ്റ്റുകൾ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അതിലൊരു കർണാടകയിൽ നിന്നുള്ളൊരു ഫാമിലി വന്നപ്പോൾ ആ ഫാമിലിയുടെ ഗൃഹനാഥനെ കൊന്നതിന് ശേഷം ആ ഫാമിലിയിലെ ബാക്കി മെമ്പേഴ്സ് പറഞ്ഞു, ഞങ്ങളെയും കൂടി കൊല്ലൂ, ഞങ്ങൾ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ അവർ ചോദിച്ചപ്പോൾ അവർ പറയാണ്, ഇത് നിങ്ങൾ മോദിനോട് പോയി പറയാനാണ് നിങ്ങളെ കൊല്ലാതെ വെക്കുന്നത്. സോ ഇത് ഈ ടെററിസ്റ്റ് അറ്റാക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരുപാട് ന്യൂസ് ചാനൽസും ഒരുപാട് യൂട്യൂബേഴ്സും നമ്മുടെ ചുറ്റുമുണ്ട്. ഇതെല്ലാവരും ഇതിനെക്കുറിച്ച് ഡീപ്പ് എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് തരും. എന്താണ് സംഭവം, എങ്ങനെയാണ് സംഭവം, ആരാണ് ഇതിൻ്റെ പിന്നിൽ, എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ. ബേസിക്കലി നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു അറിവുണ്ടായിരിക്കണം. കാരണം നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് ഇത്രത്തോളം രാജ്യത്തെ നടക്കുന്ന മതത്തിൻ്റെ പേരിലൊരു ടെറർ അറ്റാക്ക് ഇതാദ്യമായിട്ട് നടക്കുകയാണ്. മതത്തിൻ്റെ പേരെന്ന് പറയുമ്പോൾ മതം ചോദിച്ചിട്ട്, സാധാരണ വിക്ടിംസ് എന്ന് പറയുന്നത് പലരും ആയിരിക്കും. ലൈക്ക് ഇപ്പം ബോംബെയിൽ താജ് ഹോട്ടലിൽ നടന്ന സംഭവം, അല്ലെങ്കിൽ നമ്മുടെ മിലിറ്ററി ഉദ്യോഗസ്ഥർക്ക് നേരെ നടക്കുന്ന അക്രമം, ഇങ്ങനെയൊക്കെ ആയിരിക്കും വിക്ടിംസ്. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് തോന്നുന്നത്. സോ ഇതിനെക്കുറിച്ചുള്ള ബേസിക് ഐഡിയാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഇവിടെ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ പത്രപ്രവർത്തകർ ഇപ്പോൾ പറയുന്നുണ്ട് ടെററിസ്റ്റിന്, അല്ലെങ്കിൽ എന്താ പറയുക, രാജ്യദ്രോഹത്തിന്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ തീവ്രവാദത്തിന് മതമില്ല എന്നുള്ള ഒരു പ്രസ്താവന, സെക്യുലറിസത്തിൻ്റെ ഒരു പ്രസ്താവന തെറ്റാണ്, അതിന് മതമുണ്ട്, അത് മുസ്ലിമാണ് എന്ന രീതിക്കുള്ളൊരു ഭയങ്കരമായിട്ടൊരു വൈഡ് റേഞ്ചുള്ള ഒരു കത്തിക്കയറ്റം, ഒരു അധിനിവേശം വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇത് ഒരു നല്ലൊരു ശതമാനവും ശരിയാണ്. കാരണം നമ്മുടെ ഗ്ലോബൽ ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ടെറർ ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യുന്ന റിലീജിയൻ മുസ്ലിമാണ്. അവരുടെ ഐഡിയോളജീസ് കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാനും അതിനെ ബേസ് ചെയ്തിട്ട് റാഡിക്കലൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. സോ ഇതുള്ളതാണ്, ഇതില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്ന് കരുതി ഒരു തീവ്രവാദ മെൻറ്റാലിറ്റി ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു തീവ്രവാദം നമ്മുടെ രാജ്യത്തിന് ഏറ്റെടുക്കുന്ന സമയത്ത് ഇതിനെ പൊളിറ്റിക്കലി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീവ്രവാദത്തിനൊരു മതമുണ്ട്, അത് മുസ്ലിം ആണ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളിൽ ഇതൊരു നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുസ്ലിമായ ഒരു ജനതയ്ക്ക് ഇത് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് രണ്ട് രീതിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. സാധാരണക്കാരനായ ഒരാളുടെ മുന്നിൽ എന്തായിരിക്കും, ഓക്കെ മുസ്ലിംസ് എല്ലാവരും ഇങ്ങനെയാണ്, അവരിൽ നിന്ന് എന്ത് വേണേലും പ്രതീക്ഷിക്കാം എന്നുള്ളൊരു മുൻവിധി ഓൾറെഡി അവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അതുപോലെ മുസ്ലിങ്ങൾക്ക് എന്തായിരിക്കും, നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുക എന്നുള്ളൊരു വിക്ടിമൈസേഷനും അവർക്ക് വരും. ഇത് രണ്ടും ശരിയാണ്. ലൈക്ക് നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ എന്താ പറയുക തിരിച്ചറിവുകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പോയിന്റിൽ ഇങ്ങനെയാണ് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് ഇതിൻ്റെ പിന്നാലേക്കും പോവുക. ബട്ട് എനിക്കിവിടെ കൂട്ടിച്ചേർക്കാനുള്ളത്, അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്, ഇങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പക്ഷെ ടെററിസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക തീവ്രവാദം എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം മുസ്ലിം തീവ്രവാദം എന്നുള്ളത് മാത്രമല്ല, പലതരത്തിലുള്ള തീവ്രവാദമാണ്. സോ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു ഇറിറ്റേഷൻ പറയുന്ന രീതിയിലായിരിക്കും അത് സ്പ്രെഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഘടനകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട്
ഓർഗനൈസേഷൻസ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ മതങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ, മതം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ചാനൽസ് ഉണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ ഇതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ എല്ലാവരും ഒരേപോലെയല്ല. ഇത് ഇൻഫ്ലുവൻസ്ഡ് ആവാത്ത ഒരുപാട് പേരുന്നുണ്ട്. ഇതിൽ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരുപാട് പേരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. എനിക്കറിയാം ഇപ്പോൾ ഉള്ള യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ന്യൂസ് ചാനൽസും കാര്യങ്ങളെല്ലാവരും പറയുന്നുണ്ട് ഇതൊക്കെ എല്ലാ മുസ്ലിംസിന്റെയും കാര്യമല്ല, പക്ഷെ ഇങ്ങനെയുള്ളവരുണ്ട്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ലൈക്ക് ഇങ്ങനെയുള്ള എന്താ പറയാ മതത്തിന്റെ രീതിയിൽ കണ്ണ് മഞ്ഞളിച്ച് മറ്റെന്തിലൊക്കെയോ വിശ്വസിച്ച് അന്ധമായി പോകുന്ന തീവ്ര സ്വഭാവമുള്ള തീവ്രവാദികൾ തന്നെ ഉണ്ട് ഇവിടെ. എല്ലാ നാട്ടിലും ഉണ്ട്, ഇവിടെയുണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട്. സോ അതൊരു ഭാഗത്ത് ഉണ്ടാവും. അത് പൂർണ്ണമായിട്ട് തുടച്ചിക്കാൻ കഴിയില്ല, കാരണം അത് മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് തുടച്ചിരിക്കേണ്ടത്. ആ ഐഡിയോളജീസിനെ നമുക്ക് കത്തിച്ച് കളയാനോ അങ്ങനെയൊന്നും പറ്റില്ല. അതൊരു മനുഷ്യനിൽ നിന്ന് അടുത്ത മനുഷ്യനിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. എങ്ങനെ? നമ്മൾ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എത്തിച്ചിട്ട്, മതങ്ങളിലുള്ള പ്രശ്നങ്ങൾ എത്തിച്ചിട്ട്, അല്ലെങ്കിൽ ഈ മതമാണെങ്കിൽ ഈ മതത്തിൽ, അല്ലെങ്കിൽ ഹിന്ദു മതമാണെങ്കിൽ ഹിന്ദു മതത്തിൽ, മുസ്ലിം മതമാണെങ്കിൽ മുസ്ലിം മതത്തിലുള്ളത്, അങ്ങനെ പറഞ്ഞ് എത്തിച്ചിട്ട് വേണം അത് കുറയ്ക്കാൻ. അല്ലാതെ ഒരാളെ കൊന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു റിലീജിയനെ തള്ളി പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, നിങ്ങളുടെ ചിലപ്പോൾ തൊട്ടടുത്തുള്ളവരൊക്കെ അയൽവക്കൊക്കെ ആയിരിക്കാം, അവരെ തള്ളി പറഞ്ഞതൊന്നും കാര്യമല്ല. ഒരു നല്ലൊരു വിഭാഗം ആൾക്കാർ ഇതിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു ടെറർ അറ്റാക്ക് നടന്നിട്ട് അത് ഇപ്പോഴും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ മറ്റൊരു നേട്ടത്തിന് വേണ്ടിയാണെന്ന് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നേ ഇല്ല. ദാറ്റ് ഈസ് ട്രൂ. പക്ഷെ അതൊക്കെ ഒരു വളരെ ചെറിയ ശതമാനം ആൾക്കാരാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാവുമ്പോൾ അവരെ ഒതുക്കാൻ എന്താ ശരിക്കും ചെയ്യേണ്ടത്? കായിക പ്രയോഗം അല്ലെങ്കിൽ തിരിച്ചു പോയി കമന്റ് ബോക്സിൽ കൊണ്ട് റിപ്ലൈ ഇടല്ലേ വേണ്ടത്. നമ്മുടെ ചുറ്റുള്ള ആൾക്കാരെ നമുക്ക് നേരാക്കാൻ പറ്റുമോ എന്ന് നോക്കുക, സംസാരിക്കുക. ഇത് കേൾക്കുന്ന ഒരു മുസ്ലിം കുടുംബമാണെന്നുണ്ടെങ്കിൽ, ഒരു മുസ്ലിം യുവാവാണെന്നുണ്ടെങ്കിൽ സ്വന്തം കുടുംബത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? ഇങ്ങനെയുള്ള ചിന്താഗതികൾ എങ്ങനെ തടയാൻ നോക്കുക. സ്വന്തം കൂട്ടുകാരെ, ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് സർക്കിളിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ നോക്കുന്ന പോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാൻ നോക്കുക, പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക, തിരുത്താൻ നോക്കുക. കാരണം നമ്മളിത് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, വടിവാളും തോക്കൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എതിർക്കാനുള്ള മനോഭാവം കൂടെ ചെയ്യുള്ളൂ. നേരെ മറിച്ച് ഇത് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ശതമാനം ആൾക്കാരെങ്കിലും തിരിച്ചു വരും. അല്ലെങ്കിൽ എന്താ പറയാ, കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വരും തലമുറയൊക്കെ ഒരു മാറ്റം വരും. പക്ഷെ സ്വന്തം രാജ്യത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ കുറച്ചു പേരുടെ ആൾക്കാരെയും പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇവർ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളത് നമുക്കൊരു യാതൊരു ഉറപ്പും തരാൻ കഴിയില്ല. സോ നിങ്ങൾക്ക് ഇങ്ങനെ അറിയുന്നവരുണ്ടെങ്കിൽ തിരുത്താൻ ശ്രമിക്കുക. ചിലരൊക്കെ തിരുത്തും, ചിലർ തിരുത്തില്ല, ചിലർ മനസ്സിലാക്കും. അറ്റ്ലീസ്റ്റ് ഇത് മനസ്സിലാക്കുക. ഇതിന്നൊക്കെ നേട്ടം കൊയ്തിട്ട് എന്തിനാണ്? ഇത് ഇനിയിപ്പോൾ ഒരു രാഷ്ട്രീയമായിട്ടൊരു സംഭവമാണെങ്കിൽ തന്നെ അവരിങ്ങനെയൊക്കെ നേട്ടം കൊയ്തിട്ട് എവിടെ പോകുന്ന നിങ്ങൾ വിചാരിക്കുന്നു? അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനൊരു ടെറർ ഓർഗനൈസേഷൻ ഏറ്റെടുത്ത് കഴിഞ്ഞു, ഇത് ഞങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. ബട്ട് സ്റ്റിൽ ഇങ്ങനെ ചിന്തിച്ചു പോകുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില്. അത് ഭയങ്കര ഡിസപ്പോയിന്റിങ് ആണത്. സോ ഗൈസ്, ദ യൂത്ത് വാണ്ട് ടു സ്പീക്ക് അബൌട്ട് ദീസ് തിങ്സ്. ലൈക്ക് അവെയർ ആയിരിക്കുക. നിങ്ങളിത് ഇപ്പൊ എന്താ പറയാ, സ്റ്റാറ്റസ് ഇട്ട് നിരത്തണമെന്നോ അങ്ങനെ ചെയ്യണമെന്നോ ഇങ്ങനെ ചെയ്യണമെന്നും പറയില്ല. ഇത് നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൽ, അതിന് ഇങ്ങനെയൊക്കെ കാരണങ്ങളുണ്ട്, ഇതിന്റെ ഒരു പിന്നിൽ ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻസ് ഉണ്ട്, ഇവരുടെ മോട്ടീവ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഒരു കാര്യം നടക്കുമ്പോൾ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. എല്ലാ കാര്യവും നമ്മുടെ മുന്നിലല്ല നടക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമുക്ക് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്നെങ്കിലും അറിയണം, നമ്മുടെ ചുറ്റും നടക്കുന്ന എന്താണെന്നെങ്കിലും അറിയണം. ബേസിക്കലി അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്തൊരു കാര്യം പറയുമ്പോൾ, ഒരു പ്രശ്നം പറയുമ്പോൾ അതിനെക്കുറിച്ചൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു നേരം നോക്കുന്നത്. ബി അവെയർ അബൌട്ട് ദീസ് തിങ്സ്. ലൈക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊരു അവയർനെസ് ഫസ്റ്റ് കൊണ്ടുവരും. ചെറുതാണെങ്കിലും ചെറിയ മാറ്റങ്ങൾ ചുറ്റുള്ളതെന്ന് വേണ്ടിയ ആദ്യം സ്വയം ഉള്ളിൽ വേണ്ട നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു മതസ്പർദ്ധ വർത്താനുള്ള എന്തേലും സ്പാർക്ക് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ കളയുക. ലൈക്ക് എന്തിനാണ് അതിൻ്റെ ആവശ്യം? എന്താണ്? നിങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നിങ്ങളും ചെയ്യാൻ പോകണ്ട. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന് നിയമപരമായിട്ട് നേരിടും. ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില്. നമുക്ക് മതത്തിന്റെ പേരിൽ എന്ത് വന്നാലും അതിനെ ചോദ്യം ചെയ്യാനുള്ള സർക്കാരും പോലീസും കാര്യങ്ങളും എല്ലാ സപ്പോർട്ടും ഉണ്ട്. സോ ഇതിനെ ബേസ് ചെയ്ത് പേടിക്കാൻ നിൽക്കാതെ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനോട് പ്രതികരിക്കുക,
അവെയർ ആയിരിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം, ഇങ്ങനെ രാജ്യത്തിന് ഒന്നടങ്കം ഒരു പ്രശ്നം വരുമ്പോൾ അതിന് മതത്തിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ എന്തിന്റെ പേരിലാണെങ്കിലും അതിനെ വേർതിരിച്ച് കാണരുത്. ലൈക്ക് ഇത് അങ്ങനെ ഒരു ഉണ്ടാവും അല്ലെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കും, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയെ തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. ലൈക്ക് എല്ലാത്തിലും ഇത് കൊണ്ടുവരുന്നു വിചാരിക്കരുത്. മരിച്ചു പോകുന്നത് സ്വന്തം അപ്പുറത്തും ഇപ്പുറത്തുള്ളവരാണെന്നുള്ള ബോധം വേണം. അത് നമ്മുടെ എന്താ പറയാ, കാക്കയ്ക്ക് തൻ കുഞ്ഞു പൊൻകുഞ്ഞു എന്നൊക്കെ പറയുന്നവര് നമ്മുടെ ആരെയൊക്കെ ആണെങ്കിലേ നമുക്കത് കൊള്ളുള്ളൂ. ഇത് കൊള്ളണമെന്നുണ്ടെങ്കിൽ അത്ര ആത്മാർത്ഥമായ രാജ്യസ്നേഹം വേണം. അറ്റ്ലീസ്റ്റ് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ രാജ്യത്ത് കയറിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ്. എത്രത്തോളം ത്രെറ്റാണ് കൊണ്ടുവരുന്നത് ആലോചിക്കണം. ഇപ്പൊ ജമ്മു കാശ്മീരിൽ നടന്നത് അല്ലെങ്കിൽ പഹൽഗാമിൽ നടന്നത് നാളെ കേരളത്തിൽ നടക്കില്ല എന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. എവിടെ വേണമെങ്കിലും നടക്കാം. സോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിലും വലിയ പ്രശ്നങ്ങളാണ് ബാക്കിയുള്ളത് എന്ന് പറഞ്ഞ് ഇതിനൊഴിവാക്കി കളയരുത്. ഇതിനെന്താണോ വേണ്ടത് അത് നമ്മുടെ സർക്കാർ ചെയ്യും, കേന്ദ്ര സർക്കാർ ചെയ്യും, ചെയ്തിരിക്കും. കാരണം ചെയ്യാതെ പറ്റില്ലല്ലോ. ആൻഡ് മീഡിയ നമ്മളിതിന് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലോക രാഷ്ട്രങ്ങളെല്ലാവരും ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യൻ്റെ സെക്യൂരിറ്റീനെയാണ് ഇത് ഭയങ്കരമായിട്ട് ത്രെറ്റ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ബാക്കിയുള്ള സെക്യൂരിറ്റി എന്ന് പറയുന്ന സംഭവം. സോ അത്രേ ഉള്ളൂ. അവെയർ ആയിരിക്കുക, സ്വന്തം തെറ്റുകൾ തിരുത്താൻ നോക്കുക, ഇങ്ങനെയുള്ള മതസ്പർദ്ധ കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കുക. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുക, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിന് സ്വയം തിരുത്തിയിട്ട്. ഏറ്റവും അവസാനമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് ഒന്നിച്ചിക്കുക. അതുവരെ നിങ്ങൾ BJP യോ CPM ഓ UDF ഓ LDF ഓ എന്ത് വേണേലും ആയിക്കോ, ഏത് മതക്കാരനോ ആയിക്കോ. പക്ഷെ സ്വന്തം രാജ്യത്തിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, രാജ്യത്തിന് എങ്ങനെ, സ്വന്തം രാജ്യത്തിന് ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ്, ഇത് എൻ്റെ മണ്ണാണ് എന്നുള്ള ബോധമുള്ള ഒരു പൗരനാണ് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ബാക്കിയുള്ളതിനെ കുറിച്ച് അല്ല അവിടെ ചിന്തിക്കേണ്ടത്. ബാക്കിയുള്ളതിനെ കുറിച്ച് എന്തിനാണ് നിങ്ങൾ അവിടെ ചിന്തിക്കുന്നത്? കാരണം നിങ്ങൾ ചിന്തിക്കുന്ന ഒന്നും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു സാധനം തരില്ല. അത് മതമായാലും പാർട്ടി ആണെങ്കിലും. ഈ ഒരു രാജ്യം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്തും കിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ നിലനിന്ന് പോകുന്ന ഒരു രാജ്യം ഉണ്ടെങ്കിൽ. സോ അതിനെ തടയിടാൻ വരുന്നവരാരാണെങ്കിലും അതിനെ എതിർക്കാൻ നിൽക്കുക, കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പം അത്രേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം.